ഷെയ്ൻ നിഗം, കലയരസൻ തുടങ്ങിയവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് റിലീസായിട്ടുള്ള ഏറ്റവും പുതിയ തമിഴ് സിനിമ മദ്രാസ്കാരൻ തിയേറ്ററിൽ പോയി കണ്ടു. പടം ഇറങ്ങിയിട്ട് ഒരാഴ്ചയോളം ആവുന്നു. എന്തുകൊണ്ട് സിനിമ കാണാൻ ലേറ്റായെന്ന് ചോദിച്ചാൽ എനിക്കങ്ങനെ കാണാൻ തോന്നിയില്ല എന്നുള്ളതാണ് സിമ്പിളായിട്ടുള്ള ഉത്തരം. വേഗം വാ തിയേറ്ററിലേക്ക് എന്ന് പറയുന്നൊരു ഊർജ്ജം അതിൻ്റെ ട്രെയിലറിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പം എന്തുകൊണ്ട് കണ്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മലയാളത്തിൽ നിന്നൊരു യുവതാരം തമിഴിൽ പോയി ലീഡ് വേഷമൊക്കെ ചെയ്ത് ഒരു സിനിമ റിലീസാവുന്നു. നമ്മളൊന്ന് കണ്ടിരിക്കണമല്ലോ. മാത്രമല്ല ഈ ആഴ്ച വരുന്ന റിലീസുകളും ഇനി അടുത്ത ആഴ്ചത്തെ വലിയ റിലീസുകളും ഒക്കെ വരുമ്പോൾ ഒരുപാട് കുഞ്ഞു സിനിമകൾ, പ്രത്യേകിച്ച് ഈ ആഴ്ച ഇറങ്ങിയ പടങ്ങൾ വരെ ചിലപ്പോൾ തിയേറ്ററിൽ നിന്ന് വാഷ് ഔട്ടായി പോകാൻ സാധ്യതയുള്ളതാണ്. അക്കൂട്ടത്തിൽ ഇതും തിയേറ്റർ വിട്ട് പോയേക്കാം. ഒന്ന് കണ്ടേക്കാം എന്ന് കരുതി തിയേറ്ററിൽ പോയി രാത്രി 10 മണിയുടെ ഷോയാണ് കണ്ടത്. വളരെ കുറച്ച് ആളുകളുമായി കണ്ടു തീർത്ത സിനിമയാണ്. നമ്മളൊരു തിയേറ്ററിൽ പോയി കാശ് കൊടുക്കുന്നു, ടിക്കറ്റ് എടുക്കുന്നു, സിനിമ കാണുന്നു. അതിനുശേഷം ആ സിനിമയെക്കുറിച്ച് എന്ത് അഭിപ്രായവും പറയാനുള്ള പരിപൂർണ സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന നിബന്ധനകൾക്കുള്ളിൽ നിന്നുകൊണ്ട് വ്യക്തി സ്വാതന്ത്ര്യത്തെയും മൗലിക അവകാശങ്ങളെയും ലംഘിക്കാത്ത വിധത്തിൽ നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള പരിപൂർണ സ്വാതന്ത്ര്യമുണ്ട്. ഇനി നമ്മൾ അങ്ങനെ അഭിപ്രായം പ്രകടിപ്പിച്ചുകൊണ്ട് സിനിമയുടെ കളക്ഷൻ കുറഞ്ഞു പോകുന്നു, സിനിമ പരാജയപ്പെടുന്നു, ഇതൊന്നും ചിന്തിക്കേണ്ട ഒരു ബാധ്യതയും ഒരു പ്രേക്ഷകനില്ല. നമുക്ക് കാണുന്ന സിനിമയെക്കുറിച്ച് സ്വതന്ത്രമായി അഭിപ്രായം പറയാൻ പറ്റും. പക്ഷേ മദ്രാസ്കാരൻ എന്ന് പറയുന്ന സിനിമ റിലീസായതിന് ശേഷം ആ റിലീസിനോട് അടുത്തും ഒക്കെ പല സിനിമാ ഗ്രൂപ്പുകളിലും പിന്നെ ഒരുപാട് പെയ്ഡ് പേജുകളിലൊക്കെ കണ്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ഷെയ്ൻ നിഗത്തിനെ കുറിച്ചാണ്. സിനിമയുടെ റിവ്യൂ എന്നുള്ള രീതിയിലൊക്കെ തുടങ്ങും, പക്ഷേ അവസാനിക്കുന്നത് ഏകദേശം ഒരേ സ്വഭാവത്തിൽ ഒരേ പോയിന്റിലേക്ക് തന്നെയാണ്. ശരിയാണ്, ഷെയ്ൻ നിഗം ഒരു വിവരക്കേട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് നേരിട്ട് അത്ര വലിയ ബന്ധമൊന്നുമില്ലാത്ത, ഒരു കൊടുക്കൽ വാങ്ങൽ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമില്ലാത്ത ഒരു വ്യക്തിയെക്കുറിച്ച് അയാൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ സാധ്യതയില്ലാത്ത രീതിയിൽ ഒരു പരാമർശം നടത്തി. ഈ വിവരമില്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ വിവരക്കേട് വിളിച്ച് പറയുന്ന ആളുകളെ നമ്മൾ എങ്ങനെയാണ് ഡീൽ ചെയ്യുക? അയാൾക്കത് മനസ്സിലാവുന്നത് വരെ നമ്മളത് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ അവർക്ക് മനസ്സിലാവുകയാണെങ്കിൽ അവർ വന്ന് സോറി പറയുകയാണെങ്കിൽ ശരി, ആയിക്കോട്ടെ മോനെ, സാരമില്ല, പൊക്കോ. ഈ മൈൻഡാണ്. അല്ലാതെ ഒരാളൊരു വിവരക്കേട് പറഞ്ഞു കഴിയുമ്പോൾ അയാളുടെ മതത്തിനെ പറ്റി പറയുക, അയാളുടെ കുടുംബത്തിനെ പറ്റി പറയുക, അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ആർഗ്യുമെൻറ്റ്സ് ആണ് കൂടുതലും ഈ ഫേസ്ബുക്ക് പോസ്റ്റുകളിലും ഒക്കെ നിറഞ്ഞു കണ്ടത്. കാരണം വിവരക്കേട് കാണിക്കുന്നതിനോട് നമുക്ക് ചെയ്യാം, നമുക്ക് വിവരം ഉണ്ടെങ്കിൽ കേട്ടോ, അങ്ങനെ അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. വിവരക്കേട് കാണിക്കുന്ന ഒരാളോട് നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം അതൊരു തെറ്റാണ് എന്ന് അയാളെ പറഞ്ഞ് മനസ്സിലാക്കുക. അയാളത് മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും അതങ്ങോട്ട് വിട്ടുകളയാം, ക്ഷമിച്ചേക്കുക. കാര്യം ക്ഷമിക്കാനുള്ള വിവരം നമുക്കുണ്ടല്ലോ. ഇപ്പോൾ തന്നെ എത്രയോ വിവരമില്ലാത്തവന്മാർ എന്നെ വിളിച്ച് തെറി പറഞ്ഞിട്ടുണ്ട്, ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഒന്നും പേരിൽ അവരെ ആക്രമിക്കാനെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചിട്ടില്ലല്ലോ. നിയമപരമായി നേരിടേണ്ടതിനെ നിയമപരമായി നേരിടുക. അല്ലാത്ത വിവരമില്ലാത്ത കേസുകളെയൊക്കെ ക്ഷമിച്ച് വിടുക. അല്ലാതെ അങ്ങനെ വിളിച്ച് തെറി പറഞ്ഞു അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് അവരുടെ പിന്നീട് ഇറങ്ങുന്ന സിനിമകളെ ഒരു പ്രത്യേക മതത്തിൻ്റെയോ ഒരു പാർട്ടിയുടെയോ ഒക്കെ പേരിൽ ചാപ്പ കുത്തി അവരെ ആക്രമിച്ച് അവരോടുള്ള വൈരാഗ്യം തീർക്കേണ്ട വല്ല കാര്യമുണ്ടോ? എനിക്കത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെയല്ലല്ലോ. അവരുടെ പിന്നീടുള്ള സിനിമകൾ വരുമ്പോൾ കാണാൻ തോന്നുകയാണെങ്കിൽ, നമ്മുടെയൊക്കെ വിമർശനത്തിനെ താങ്ങാനുള്ള ശേഷി അവർക്ക് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കണ്ടിട്ട് അതിനെക്കുറിച്ച് അഭിപ്രായം പറയാം. അല്ലെങ്കിൽ വിട്ടുകളയാ, അവരവരുടെ വഴിക്ക് പൊക്കോട്ടെ. പക്ഷേ ഷെയ്ൻ നിഗം ഒരിക്കൽ പറഞ്ഞ ആ വിവരക്കേടിനെ കുറിച്ച് വീണ്ടും വീണ്ടും ആക്രമിച്ചുകൊണ്ട് അയാൾ എന്ന വ്യക്തിയെ തേജോവധം ചെയ്യുക, അയാളുടെ സിനിമയെ വധിക്കാൻ ശ്രമിക്കുക, അങ്ങനെയൊക്കെയുള്ള കുറേ ശ്രമങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉടനീളം കണ്ടു. നമുക്ക് സിനിമ കണ്ടിട്ട് എന്ത് അഭിപ്രായം വേണമെങ്കിലും സിനിമയെക്കുറിച്ച് പറയാം. പക്ഷേ സിനിമ കാണാതെ അതിനെ ഡീഗ്രേഡ് ചെയ്യുന്ന ഒരു രീതി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ സിനിമ അങ്ങനെ നെഗറ്റീവ് റിവ്യൂ വരാൻ സാധ്യതയില്ലാത്ത ഉത്തുംഗ സിനിമയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ സിനിമ കണ്ടിട്ട് സിനിമയെക്കുറിച്ച് അഭിപ്രായം പറയുകയാണെങ്കിൽ അതിലൊരു വാല്യൂ ഉണ്ട്. അല്ലാതെ ഇങ്ങനെ വെറുപ്പ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ജാതി മതവും പറഞ്ഞ് ആ സമാധി കേസിൽ തന്നെ കണ്ടില്ലേ, ഒന്നും കിട്ടാതെ വന്നപ്പോൾ ഉടനെ മതത്തിൻ്റെ പേരിലാണ് അത് കയറി പിടിച്ചത്. സോ അങ്ങനെ മതത്തിൻ്റെ പേരിൽ ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നമ്മുടെ ചുറ്റും വളരെ ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാളുടെ ആ സമയത്ത് വന്നു പോയതോ ഒരു വിവരക്കേട്, ലീഗലി മൂവ് ചെയ്യാനാണെങ്കിൽ അങ്ങനെ മൂവ് ചെയ്യുക, അല്ലാത്ത പക്ഷം വിവരക്കേടുകളെ അങ്ങ് വിട്ടുകളയാന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിനൊരു മതപ്രശ്നമായിട്ടൊക്കെ ആ രീതിയിലൊക്കെ ചിത്രീകരിക്കുന്ന കുറേ പോസ്റ്റുകളൊക്കെ കണ്ടപ്പോൾ അത് പറയാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് തോന്നി. സിനിമ കണ്ടിട്ട് സിനിമയ്ക്കകത്ത് പൊളിറ്റിക്സ് ഉണ്ടെങ്കിൽ, സിനിമയ്ക്കകത്ത് ഈ പറയുന്ന ജാതി മത സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള പരിപൂർണ്ണ സ്വാതന്ത്ര്യം നമുക്കുണ്ട്. പക്ഷേ സിനിമ കാണാതെ അതിനെക്കുറിച്ച് അങ്ങനെ ഒരു അഭിപ്രായം പറയുന്നത് ശരിയല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിവേ, നമുക്ക് മദ്രാസ്കാരൻ എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കാം. സംഭവം നമ്മുടെ അയ്യപ്പനും കോശിയൊക്കെ പോലെ രണ്ട് വ്യക്തികൾക്കിടയിൽ നടക്കുന്ന ഒരു പ്രശ്നമാണ്. പക്ഷേ ആ പ്രശ്നത്തിനെ ഊതിപ്പെരുപ്പിച്ചും അല്ലെങ്കിൽ താഴ്ത്തിക്കെട്ടാനും ഒക്കെ ശ്രമിച്ചുകൊണ്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചുറ്റും നടക്കുന്നുണ്ട്. അതങ്ങനെ കൊണ്ടും കൊടുത്തുന്ന രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. സിനിമയുടെ ഫസ്റ്റ് ഹാഫിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഒരു കല്യാണ വീടാണ്. നമ്മുടെ നായകൻ ഷെയ്ൻ നിഗം, അദ്ദേഹത്തിൻ്റെ വിവാഹ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ഒരു സമയത്ത് കാർ എടുത്തിറങ്ങുമ്പോൾ അതൊരു ആക്സിഡൻറ്റിൽ കലാശിക്കുന്നു. ആ ആക്സിഡൻ്റാണ് കലയരസൻ അവതരിപ്പിക്കുന്ന അത്യാവശ്യം നല്ല ഗുണ്ടായുസമൊക്കെ
കയ്യിലുള്ള ഒരു ക്യാരക്ടറുമായിട്ട് ഷൈനികത്തിൻ്റെ ക്യാരക്ടർ കൂട്ടിമുട്ടാൻ ഇടയാവുന്നത്. അതിനുശേഷം അവർക്കിടയിൽ നടക്കുന്ന കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള കുറേ ഇമോഷണൽ ജേർണി, പിന്നെ കുറേ പക പരിപാടികൾ ഒക്കെ ചേർന്നാണ് സിനിമ മുന്നോട്ട് പോകുക. ആ കല്യാണ വീട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവിടുത്തെ ചേച്ചിമാരെല്ലാവരും പൊളിയായിരുന്നു. അവരുടെ പെർഫോമൻസുകൾ, അവർക്ക് മുൻ സിനിമകളിലും ഗംഭീര പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള ആളുകളാണ്. പിന്നീട് വളരെ ഇമോഷണൽ ആയിട്ടുള്ള സീക്വൻസുകളും അവർ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഗംഭീരമായിട്ട് ആ ചേച്ചിമാർ അഭിനയിച്ചിട്ടുണ്ട്. ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയം മുഴുവൻ ഞാൻ ആലോചിച്ചത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിൽ എത്ര പേർക്ക് ഒരു കുടുംബത്തിലുള്ള എല്ലാവരുടെയും സ്നേഹം അനുഭവിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് കസിൻസും അമ്മായിമാരും ചേച്ചിമാരും ചേട്ടന്മാരും അതിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതവിടെ നിൽക്കട്ടെ. എല്ലാ കുടുംബങ്ങളിലും അല്ലെങ്കിൽ മനുഷ്യന്മാർ ഒരുമിച്ച് ചേരുന്നിടത്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. ബട്ട് സ്റ്റിൽ ഈ സ്നേഹത്തിൻ്റെ ഒരു കളിയുണ്ടല്ലോ, അത് ഭയങ്കര രസമായിട്ട് സിനിമയുടെ ഒരു ഫസ്റ്റ് ഹാഫിൽ കുറച്ച് സമയം എൻഗേജിങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ നായകൻ നായിക പരിപാടിയൊക്കെ ഉണ്ട്. അതിൽ ഈ നായകൻ നായിക പ്രേമം കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തീർത്തും അനാവശ്യമായിട്ടാണ് അത് തോന്നിയത്. മാത്രമല്ല ഒരുപാട് ഇടങ്ങളിൽ വയലൻസ് ഒക്കെ കാണിക്കുമ്പോൾ ബ്ലറാക്കൂലേ, അതുപോലെയൊക്കെ ബ്ലറാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഷൈനികത്തിൻ്റെ പെർഫോമൻസിലേക്ക് വരുമ്പോഴും ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഡയലോഗ് ഡെലിവറിയാണ്. കൂടെയുള്ള മറ്റ് ആർട്ടിസ്റ്റുകളെല്ലാം വളരെ ഫ്ലുവൻ്റ് ആയിട്ട് ഒരു നാടൻ ഒരു രീതിയിലാണ് ആ തമിഴ് സംസാരിച്ച് പോകുന്നത്. പക്ഷേ ഷൈനികത്തിന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞ് ശീലമില്ലാത്ത ഒരാളാണെന്നുള്ളത്. അതായത് കൂട്ടത്തിൽ നിന്ന് ഇങ്ങനെ എടുത്തു നിൽക്കാന്ന് പറയില്ലേ. സിനിമ കാണുന്ന സമയത്ത് മുഴുവൻ എനിക്ക് ഫീൽ ചെയ്തത് ഒരു നാട്ടിൻപുറത്തുള്ളൊരു കുടുംബത്തിലേക്ക് ആ നാട്ടിലൊന്നും വളർന്നിട്ടില്ലാതെ വേറെ ഏതോ നാട്ടിൽ വളർന്നു, ഇപ്പോൾ ഒരു മലയാളി ആയിട്ടുള്ള ഒരു യുവാവ് തമിഴ്നാട്ടിലെ ബന്ധുക്കളുടെ വീട്ടിലേക്ക് ചെന്നെത്തപ്പെടുന്നു എന്നുള്ള രീതിയിൽ എനിക്ക് അങ്ങനെയാണ്. അവരുമായിട്ട് അങ്ങ് ജെല്ലാവുന്നുണ്ടായിരുന്നില്ല. പക്ഷേ പെർഫോമൻസ് വൈസ് മോശം എന്നല്ല പറയുന്നത്, ആ ഡയലോഗ് ഡെലിവറിയിലും ഒക്കെ ഉണ്ടാവുന്ന ചെറിയ പ്രശ്നങ്ങളാണ്. പിന്നീട് അത് ക്ലിയർ ആവുന്നുണ്ട്. ആൻഡ് ഈ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ കോർ ഇൻസിഡൻറ്റ് എനിക്കത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി. അതിനുശേഷം ഷൈനികത്തിൻ്റെ ക്യാരക്ടർ ചെയ്യുന്ന കാര്യങ്ങളും വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റി. കാരണം വണ്ടി എടുത്ത് റോഡിലേക്ക് ഇറങ്ങുമ്പോഴുള്ള എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ എനിക്കെന്തെങ്കിലും പറ്റുമോ എന്നുള്ളതല്ല. കുഞ്ഞുങ്ങളുണ്ടല്ലോ, കുട്ടികളിങ്ങനെ വഴി കൂടി പോകുന്ന കാണുമ്പോൾ ഞാൻ മാക്സിമം സ്പീഡ് കുറയ്ക്കും. എൻ്റെ ഏറ്റവും വലിയ പേടിയാണ് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ളത്. നമ്മുടെ വണ്ടി തട്ടി കയ്യോ കാലോ ഒടിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ സഹിക്കാൻ പറ്റില്ല. അതിനേക്കാൾ ഭീകരമായിട്ടുള്ളൊരു കാര്യമാണ് ഈ സിനിമയിൽ നമ്മുടെ നായകനെ തേടിയെത്തുന്നത്. അപ്പോൾ അയാൾ അതിൽ കൂടി പോകുമ്പോൾ അയാൾ അനുഭവിക്കുന്ന മാനസികാവസ്ഥ, സത്യം പറയട്ടെ, നമ്മളൊക്കെ എന്നെ അങ്ങോട്ട് കൊല്ല് മതി എന്ന് പറയുന്ന, അങ്ങനെ പറയാൻ തോന്നിപ്പിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുന്ന പ്രശ്നങ്ങളാണ് ഇയാളുടെ ചുറ്റും നടക്കുന്നത്. ഷെയ്ൻ അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ആ ടെൻഷൻ ബിൽഡ് ചെയ്തെടുക്കുന്നതിൽ സിനിമ വളരെയധികം വിജയിക്കുന്നുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴാണ് ഇയാളുടെ ഓരോ കാരണങ്ങൾ അന്വേഷിച്ച് പിന്നിലേക്ക് പോവാണ്. 2-3 കൊല്ലം മുമ്പ് നടന്ന കാര്യങ്ങളിലേക്ക് ഇവർ ഈ തിരിച്ചു പോകുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഡൗട്ട്സ് ഉണ്ട്, ഓരോന്ന് ക്ലിയർ ചെയ്ത് വരികയാണ്. ആൻഡ് ഈ സിനിമ എന്നെ സംബന്ധിച്ച്, എന്നിലെ പ്രേക്ഷകന് ഇഷ്ടപ്പെടാതെ പോയ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ക്ലൈമാക്സ് ആണ്. കാര്യം എന്തൊക്കെയോ വലിയ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന രീതിയിലൊക്കെ കാണിച്ചിട്ട് ഏറ്റവും അവസാനം പെട്ടെന്ന് കാറ്റൊഴിച്ചു വിട്ട ഒരു ബലൂൺ പോലെ ആയിപ്പോയി സിനിമയുടെ ആ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്. മാത്രമല്ല ആ സമയത്ത് ഏറ്റവും ഗംഭീര പ്രകടനം കാഴ്ചവെക്കേണ്ട ആർട്ടിസ്റ്റിലേക്ക് നമ്മൾ നോക്കുമ്പോഴും അവരും വളരെ വീക്കായിരുന്നു എന്ന് തോന്നുന്നു. കുറേയും കൂടി ഇമോഷണലി ആ സീക്വൻസ്, തമിഴ് സിനിമ ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഈ മനുഷ്യൻ്റെ വികാരങ്ങളുണ്ടല്ലോ, പ്രത്യേകിച്ച് വളരെ ലോലമായിട്ടുള്ള നമ്മുടെ ഉള്ളിൽ കിടക്കുന്നതിനെ ഭയങ്കര ലൗഡായിട്ട് എന്നാൽ നമുക്കങ്ങ് ഫീൽ ചെയ്യുന്ന രീതിയിൽ ഗംഭീരമായിട്ട് കാണിക്കുക. ഒരു മീറ്റർ അങ്ങോട്ടോ ഇങ്ങോട്ടോ പാളിപ്പോയി കഴിഞ്ഞാൽ പോയി, ഒന്നെങ്കിൽ പാസ്സായി പോകും അല്ലെങ്കിൽ ക്രിഞ്ചായി പോകും. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൂട്ടുണ്ട്. തമിഴ് സിനിമയുടെ സ്ട്രെങ്ത് ഇരിക്കുന്നത് അവിടെയാണ്. ആ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ പെർഫോമൻസുകൾ കൊണ്ടും അവരവിടെ കരുതി വെച്ചിരുന്ന ട്വിസ്റ്റിൻ്റെ ഒരു ബലക്കുറവ് കൊണ്ടും സിനിമ തീർന്നു കഴിഞ്ഞപ്പോഴേക്കും ഒരു നിരാശയായിപ്പോയി. അത്രയും നേരം സാധനങ്ങളൊക്കെ കൊള്ളാം, ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട്, ഇച്ചിരി വലിച്ചിലുണ്ട്, എന്നാലും കുഴപ്പമില്ല, എന്തായിരിക്കും എന്നാലോചിച്ചിരുന്നിട്ട് ഇത്രയേ ഉള്ളൂ എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു. അത് കുറച്ചുകൂടി നന്നായിരുന്നെങ്കിൽ, അവിടുത്തെ പ്രകടനങ്ങൾ മികച്ചതായിരുന്നെങ്കിൽ കുറേ കൂടി അടിപൊളിയാവുമായിരുന്നു സിനിമ എന്നെനിക്ക് ഫീൽ ചെയ്തു. ആദ്യം പറഞ്ഞ പോലെ ഹെയ്റ്റ് കാരണം പരാജയപ്പെട്ടൊരു സിനിമ എന്ന് ഞാനിതിനെക്കുറിച്ച് പറയില്ല. കാരണം സിനിമ കണ്ടു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ പറയുന്ന മികച്ച പ്രകടനങ്ങൾ, കുറേ നല്ല രംഗങ്ങൾ, കുറേ ഇമോഷണൽ സാധനങ്ങൾ, സസ്പെൻസ്, ഇതൊക്കെ ഉള്ളപ്പോഴും സിനിമ കൺക്ലൂഡ് ചെയ്യുന്നിടത്ത് ആസ് എ പ്രേക്ഷകൻ എൻ്റെ മുന്നിൽ പരാജയപ്പെട്ടു. പക്ഷേ അതെൻ്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയനാണ്. ഓരോ സിനിമയും ഓരോ ആളുകൾക്കും വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത്, സിനിമ തിയേറ്ററിൽ കണ്ട ആളാണെങ്കിൽ, സിനിമ കണ്ടയാളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടിയോ തീരുമാനിക്കുന്ന ആളുകളുണ്ട്, അവർക്കതൊരു വലിയ സഹായമായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.